മിസ്റ്റർ ജയദേവൻ? നോ. പേടിക്കണ്ട, ഫോൺ ചെയ്ത ആൾ ഞാൻ തന്നെ, ഹമീദ്. ഹലോ. സോറി, ഞാൻ JD എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അല്ല, ജയദേവൻ എന്ന പേരെങ്ങനെ അറിയാം? അറിയാം, പേര് മാത്രമല്ല പലതും അറിയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നവയാണെന്നും അറിയാം. 15 വർഷം മുമ്പിലത്തെ കഥയാണ്. ജയദേവൻ JD ആവുന്നതിന് മുമ്പുള്ള കഥ. വടക്കൊരു ഗ്രാമത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും പത്രാധിപരുമായിരുന്ന ഒരു അച്യുത വാര്യർ. അദ്ദേഹത്തിൻ്റെ മകൾ ഗീത. അറിയോ അവരെ? അവരുടെ ഭർത്താവിൻ്റെ പേര് ജയദേവൻ എന്നായിരുന്നു. യാദൃശികമായി മട്ടാഞ്ചേരി സബ് രജിസ്റ്റർ ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിൽ ഒരു വിവാഹ അറിയിപ്പ് കിടക്കുന്നത് കണ്ടു. അതിലെ വരൻ ജയദേവനും ഗീതയുടെ ഭർത്താവായ ജയദേവനും ഒരാൾ തന്നെയാണെന്ന് ഞാൻ അറിഞ്ഞു. അക്കാര്യം ഞാൻ ഗീതയെ അറിയിക്കുകയും ചെയ്തു, ഒരു കുടുംബ സുഹൃത്തെന്ന നിലയിൽ. അവൾക്ക് വേണ്ടി സംസാരിക്കാനാണോ നിങ്ങൾ വന്നത്? തീർച്ചയായും. മരിച്ചുപോയ അച്യുത വാര്യരോടുള്ള ആദരവിൻ്റെ ഭാഗം കൂടിയാണ് എനിക്ക് ദൗത്യം. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. താങ്ക് യു സർ. ഞാൻ പ്രതീക്ഷിച്ചാലും വിശാല ഹൃദയനാണ് താങ്കൾ. അതുകൊണ്ട് കാര്യം തുറന്നു പറയാം. ഗീത വേറെ വിവാഹം കഴിച്ചിട്ടില്ല. ആ സ്ത്രീ ഇപ്പോഴും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങൾ നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയിട്ടുമില്ല. ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാതെ മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നത് അത് നീതിയാണോ സർ? അതും താങ്കളെപ്പോലൊരു വലിയ മനുഷ്യൻ. എൻ്റെ ഭാര്യയായിരുന്ന ഗീതാ വാരസ്യാർ മരിച്ചുപോയി. മനസ്സിലൊരു ചിതകൂട്ടി അവളെ ഞാൻ ദഹിപ്പിച്ചു, ശേഷക്രിയയും ചെയ്തു. മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി സംസാരിച്ചിട്ട് എന്ത് ഫലം, മിസ്റ്റർ ഹമീദ്? വളരെ ഉറച്ച സ്വരത്തിലാണ് ജയദേവൻ പറഞ്ഞത്. അയാളുടെ ഉള്ളിൽ നിന്നും വന്ന വാക്കുകൾ. എന്നെക്കുറിച്ചൊന്നും ചോദിച്ചില്ലേ? സത്യം പറഞ്ഞാൽ ഇല്ല. അങ്ങനെ വിശദമായിട്ട് പറയാൻ എനിക്ക് ജയദേവൻ അവസരം തന്നില്ല. ഉള്ള നേരം കൊണ്ട് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ വാക്കുകൾ
ആ മനുഷ്യന് സ്പർശിച്ചതേയില്ല. ഞാൻ ദേവേട്ടനോട് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ മരിച്ചുപോയെന്ന് കരുതാൻ എങ്ങനെ കഴിയുന്നു? ക്ഷമ ചോദിക്കാനുള്ള അവസരം പോലും എനിക്ക് തരാതെയല്ലേ ദേവേട്ടൻ പോയത്? എന്നോടുള്ള പകയും ശത്രുതയും ഇത്രയും കാലം കൊണ്ട് തീർന്നില്ലേ? ജയദേവന് ഗീതയോട് പകയോ ശത്രുതയോ ഉണ്ടെന്ന് തോന്നിയില്ല. മനസ്സുകൊണ്ട് ഗീതയെ ഉപേക്ഷിച്ച പോലെ. മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുക, അതിലും വലിയ ശിക്ഷ എനിക്കെന്താണ്? ഭഗവാനെ, എന്റെ മോളോട് ഞാൻ എന്ത് സമാധാനം പറയും? ഞാൻ എന്ത് ചെയ്യും അമിതുക്ക? വിഷമിച്ചിട്ട് കാര്യമില്ല ഗീതേ. ഇപ്പോൾ പ്രായോഗിക ബുദ്ധിയാണ് വേണ്ടത്. വിവാഹം നമുക്ക് തടയണം. വക്കീലിനെ ഉടൻ കണ്ട് നിയമ നടപടിയിലേക്ക് നീങ്ങണം. അതാപത്താ അമിതുക്ക. കോടതിയും കേസും അതിന്റെ അപമാനവും താങ്ങാൻ എനിക്ക് സാധിക്കില്ല. കോടതിയിൽ ആ മനുഷ്യൻ എന്റെ മകളുടെ പിതൃത്വം നിഷേധിച്ചാൽ അതിന്റെ അപമാനം എന്റെ മോൾക്ക. പിന്നെ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ? വേറൊരു വഴി കണ്ടെത്തണം. എന്റെ മോളെ സ്വന്തം മോളായി സന്തോഷത്തോടെ ആ മനുഷ്യൻ സ്വീകരിക്കണം. എന്റെ മോൾക്ക് എല്ലാ അധികാരത്തോടു കൂടിയും ദേവേട്ടന് അച്ഛ എന്ന് വിളിക്കാൻ കഴിയണം. രാത്രി ഏറെയായി, ഉറങ്ങുന്നില്ലേ? നീ കിടന്നു. വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ജെഡി വല്ലാതെ അസ്വസ്ഥനാണല്ലോ. എന്തെങ്കിലും എഴുതാനുള്ള ആരംഭമായിരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും ചോദിക്കാതിരുന്നത്. എന്തു പറ്റി? ഒന്നുമില്ല. എന്തോ കാര്യമുണ്ടല്ലോ, എന്നോട് പറ ജെഡി. ഏതോ ഫോൺ കോൾ വന്നിട്ടാണ് പുറത്തു പോയെന്ന് ലിസി പറഞ്ഞല്ലോ. ആരായിരുന്നു? പറയൂ ജെഡി, ആരാ വിളിച്ചത്? ഒരു അപരിചിതൻ കാണാൻ വന്നു. ഹൈദരാബാദിൽ നിന്നാണോ? എൻ്റെ തന്നെ ഭൂതകാലത്തിൽ നിന്ന് ഒരു നിഴൽ. വാട്ട് യു മീൻ? യെസ്, എ ഷാഡോ ഫ്രം എൻ എമിനൻ്റ്ലി ഫൊഗറ്റബിൾ പാസ്റ്റ്. പേര് ഹമീദ്, ഗീതയുടെ സുഹൃത്ത്. നമ്മുടെ വിവാഹത്തിൻ്റെ അറിയിപ്പ് അയാൾ കണ്ടു. അക്കാര്യം അയാൾ ഗീതയെ അറിയിച്ചു അത്രേ. ഗീത വേറൊരു വിവാഹം കഴിക്കാതെ ഇപ്പോഴും എന്നെ കാത്തിരിക്കുകയാണെന്ന്. ജെഡി, എന്തായി പറയുന്നേ? യു യു ഏയ്, പേടിച്ചോ? നോ, നിങ്ങളെ ഞാൻ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. എൻ്റെ മാത്രമാ, എൻ്റെ സ്വന്തം, എൻ്റെ മാത്രം. അയ്യേ, എന്താടാ ഇത്? കൊച്ചുകുട്ടികളെ പോലെ. ഞാൻ നിന്റെ മാത്രമാണ് നാഥൻ, നീ എൻ്റെ. അതിലെന്താ അത്ര സംശയം? ജെഡിക്കത് മനസ്സിലാവില്ല. മമ്മിയുടെ മരണശേഷം സ്നേഹവും വാത്സല്യവും ഞാൻ അറിഞ്ഞിട്ടില്ല. പപ്പയ്ക്കാണെങ്കിൽ സംഗീതമല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. രണ്ടാനമ്മയുടെയും കൂട്ടുകാരുടെയും ദ്രോഹങ്ങൾ വേറെ.
ഈ അവസ്ഥയിലല്ലേ ഞാൻ ജേഡിയെ കണ്ടുമുട്ടിയത്. ജേഡി എനിക്ക് വെറും ഒരു കാമുകന്റെ ഭർത്താവ് മാത്രമല്ല, മമ്മിക്ക് പകരം എനിക്ക് കിട്ടിയ അഭയമാണ് എൻ്റെ ഏക ആശ്രയം. ഈ ലോകത്തിൽ എനിക്ക് വേറെ ആരുണ്ട്? എന്നെ സ്നേഹിക്കാൻ നീയല്ലാതെ വേറെ ആരുണ്ട്? പക്ഷെ ആ ഗീത പ്രശ്നം ഉണ്ടാക്കിയാലോ? നമ്മുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരുമോ? എനിക്കാകെ പേടിയാവുന്നുണ്ട് ജെഡി. മോളെ, ഗീതയെന്നല്ല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ മറ്റൊരാളെയും ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഒരിക്കൽ നിരാലംബനായ എന്നെ ജീവിതം ഗീതയുടെ മുന്നിലെത്തിച്ചു. അതോടെ വേണ്ടപ്പെട്ടവരിൽ നിന്നെല്ലാം ഞാൻ അകന്നുപോയി. ബന്ധങ്ങളെല്ലാം തകർന്നുപോയി. അത് നീക്കിയ കുതിരകൊണ്ട് ഞാൻ മന്ത്രിയെ വെട്ടും. ഐ, അത് കറുപ്പില്ല. എന്താ ഏട്ടാ? ധർമ്മപുത്രരെ തൊലച്ചത് ഈ ചൂതുകളിയാ. അതറിയാമോ നിനക്ക്? എന്താ ഏട്ടനീ പറയുന്നത്? എനിക്ക് മനസ്സിലാവില്ല. മൂവന്തിക്ക് അവന്റെ ചൂതുകളി, കുടുംബം മുടിക്കാൻ. തണ്ടും തടിയുള്ള ചെറുപ്പക്കാരനായില്ലടാ നീ. കഥ എഴുതിയും ചൂതുകളിച്ചും നടക്കുന്നു. ഈ വീട് എങ്ങനെ കഴിഞ്ഞു പോകുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ നിനക്ക്? ഏട്ടാ, നിന്നോളം പോന്നവര് ചുമടെടുത്തും കുടുംബം പോറ്റുന്നു. നിന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തിനാടാ ഇങ്ങനൊരു ജന്മം? എന്താ എന്താ മോളെ? എന്തിനാ മോളെ കരയണേ? അച്ഛൻ ദേഷ്യപ്പെട്ടു. അതാണോ ഒച്ച കേട്ടത്? എന്തിനാ മോളെ അച്ഛൻ ദേഷ്യപ്പെട്ടത്? അമ്മയുടെ മോന് ദേഷ്യം വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? ഞാനൊന്ന് നോക്കട്ടെ. മോള് വാ, അമ്മൂമ്മ മോക്ക് ഒരു കഥ പറഞ്ഞുതരാം. വാ. എന്തു പറ്റി? ഒന്നുമില്ല. പിന്നെന്തിനാ കൊച്ചിനെ വഴക്ക് പറഞ്ഞത്? എന്റെ മണി, നീ എനിക്കിത്തിരി സ്വൈരം താ. ഞാൻ ഇത്തിരി നേരം ഒറ്റയ്ക്കൊന്ന് ഇരിക്കട്ടെ. എന്തോ ഉണ്ടായിട്ടുണ്ട്. മുഖം കണ്ട എനിക്കറിയാം. ദേ, എന്നോട് എന്തിനാ വിളിക്കുന്നേ? എന്തായാലും പറയേ. എന്തു പറയാൻ? ഞാൻ നാണം കെട്ടു. എന്തിന്? ആ അർബൻ ബാങ്കിലെ ലോണിന്റെ തവണ അടയ്ക്കാൻ പറ്റിയില്ല. ജാമ്യം നിന്ന ഗോപിക്ക് നോട്ടീസ് വന്നു അവന്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യാൻ. എന്നിട്ട് അവൻ ഇന്ന് ഓഫീസിൽ വന്നു. വായി തോന്നിയതൊക്കെ പറഞ്ഞു. ഇതിപ്പോ രണ്ടാമത്തെ തവണയല്ലേ ജാമ്യക്കാരന് നോട്ടീസ് വരുന്നത്. കഴിഞ്ഞ തവണ എന്റെ അവസാനത്തെ വളയും വിറ്റ അടച്ചത്. ഇത്തവണ നിങ്ങൾ എന്ത് ചെയ്യാൻ പോന്നു?
ഒരു രൂപമില്ല. നിനക്ക് വല്ല വഴിയും തോന്നണുണ്ടോ? അമ്മായിയുടെ മോളുടെ കല്യാണത്തിന് സഹായിക്കാൻ എടുത്തതല്ലേ അർബൻ ബാങ്കിലെ ലോൺ. അല്ലാതെ എനിക്കരഞ്ഞാണം പണിയിക്കാൻ എടുത്തോന്നല്ലോ. അച്ഛന്റെ നേർപെങ്ങളല്ലേ, കടപ്പാടില്ലേ? ഈ നക്കാപ്പിച്ച സർക്കാർ ലവണം കൊണ്ട് നിങ്ങൾ എത്ര പേരോട് കടപ്പാട് തീർക്കും? അളിയനെ പോലെ സർക്കാർ ജോലി വലിച്ചെറിഞ്ഞ് വല്ല കള്ളുകച്ചവടം തുടങ്ങ്, രക്ഷപ്പെടാം. മണി, എന്നോട് ഒച്ചയെടുത്തിട്ട് എന്താ കാര്യം? ആദർശം മൂത്ത് സ്വന്തം അളിയനെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞല്ലേ? അതുകൊണ്ടല്ലേ അങ്ങേരുടെ ജോലി പോയത്? അങ്ങനെ പെങ്ങള് ശത്രുവായി. അതോടെ അവര് രക്ഷപ്പെട്ടു, നല്ല നിലയിലുമായി. അവരൊക്കെ ജീവിക്കാൻ പഠിച്ചവരാ. പണമാ പ്രധാനമെന്ന് അവർക്കറിയാം. അതിനൊക്കെ ഇത്തിരി നാണം കെട്ടാലും അവർക്കൊരു തരക്കേടുമില്ല. പക്ഷേ എനിക്കങ്ങനെയല്ല. ധർമ്മം വിട്ടൊന്നും ചെയ്യാൻ എനിക്ക് നിവൃത്തിയില്ല. നാടിനും ജനങ്ങൾക്കും എതിരായ ഒന്നും ചെയ്യാൻ എനിക്കാവില്ല. ഞാൻ സഖാവ് രാഘവന്റെ മകനായിപ്പോയി. അച്ഛന്റെ മഹത്വം ഒന്നും പറയണ്ട. ഗർഭിണിയായ ഭാര്യയെയും പ്രായമാകാത്ത 2 പിള്ളേരെയും വഴിയാധാരാക്കിയ ആളല്ലേ? എന്നിട്ട് നാട്ടുകാർക്ക് വേണ്ടി ചത്തതാണത്രേ. രക്തസാക്ഷിയാണ് പോലും. പ്രാന്ത് അല്ലാതെന്താ? മിണ്ടരുത്, ഇനി ഒരക്ഷരം മിണ്ടരുത്. കടന്നു പോടി.